ക്യാമറകൾക്ക് പുറമെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഇനി ഡ്രോൺ AI ക്യാമറകൾ വേണമെന്ന ശുപാർശയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ നേരത്തെ കേരളമൊട്ടാകെ AI ക്യാമറകൾ സ്ഥാപിച്ചതിലെ ആരോപണങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് MVDയുടെ ഈ പുതിയ ശുപാർശ. ഒരു ജില്ലയിൽ 10 ഡ്രോൺ ക്യാമറകൾ വേണമെന്നാണ് ഗതാഗത കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 232 കോടി മുടക്കി റോഡ് നീളെ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റോഡ് നീളെ ക്യാമറ ഉണ്ടെങ്കിലും ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വാഹനയാത്രക്കാർ ആ ഭാഗത്തെത്തിയാൽ കൃത്യമായി ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്നാൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പതിവ് പോലെ തന്നെ നിയമലംഘനങ്ങൾ നടക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ഈ പഴുത് അടയ്ക്കാനായാണ് ഇപ്പോൾ പുതിയ സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഏകദേശം 400 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി ശുപാർശ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഡ്രോണിൽ ഘടിപ്പിച്ച ഒരു ക്യാമറയിൽ തന്നെ വിവിധ നിയമലംഘനങ്ങൾ പിടികൂടും വിധത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇടവഴികൾ എന്നിവിടങ്ങളിൽ AI ഡ്രോണുകൾ സർവൈലൻസ് നടത്തും. ഇതോടെ ഡ്രോണിലെ ഒറ്റ ക്യാമറ കൊണ്ട് പല നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചുരുക്കം. എന്തായാലും AI ക്യാമറകളുള്ള സ്ഥലത്ത് മാത്രം വാഹനയാത്രക്കാർ നിയമം പാലിക്കുന്നതും ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചില വിരുദ്ധന്മാരെങ്കിലും നിയമലംഘനങ്ങൾ നടത്തുന്നതും നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ പുതുതായി കൊണ്ടുവരണമെന്ന് ആവശ്യമുയർന്ന ഈ പദ്ധതി നടപ്പിലാക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തെ നിയമലംഘനങ്ങൾക്ക് അല്പം കൂടി കുറവ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.